MKR പിള്ളയുടെ പന്തളത്തെ വീട്ടിലും മക്കളുടെ ഉടമസ്ഥതയിലുള്ള ശ്രീവത്സം ഗ്രൂപ്പിലും ആദായനികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ വമ്പൻ നിക്ഷേപങ്ങളുടെ വിവരങ്ങളാണ് കിട്ടിയത്. നാഗാലാൻഡ് പോലുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വിഘടനവാദം ഇല്ലായ്മ ചെയ്യുന്നതിനും ആദിവാസി ക്ഷേമത്തിനുമായി കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് നൽകുന്നത്. മന്ത്രിമാരും സർക്കാർ ഉദ്യോഗസ്ഥരും ബിനാമികളെ ഉപയോഗിച്ച് കേന്ദ്ര സഹായം സ്വന്തമാക്കുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് പിള്ളയിലേക്കും ആദായനികുതി വകുപ്പിന്റെ അന്വേഷണം നീളാൻ കാരണം. നാഗാലാൻഡിൽ 30 വർഷമായി പോലീസ് സർവീസിലുണ്ടായിരുന്ന MKR പിള്ളയുടെ വൻ സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നിൽ ബിനാമി ഇടപാടുകളുണ്ടെന്നാണ് ആദായനികുതി വകുപ്പിന്റെ നിഗമനം. കറൻസി പരിഷ്കരണ കാലയളവിൽ 50 കോടി രൂപയാണ് പിള്ളയുടെ കുടുംബാംഗങ്ങൾ വെളിപ്പെടുത്തിയത്. കേരളത്തിൽ ശ്രീവത്സം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളെ കൂടാതെ ദില്ലിയിൽ 3 ഫ്ളാറ്റുകൾ, ബംഗളൂരുവിൽ ഫ്ളാറ്റുകളും വാണിജ്യ സ്ഥാപനങ്ങളും, മുസോറിയിലും ട്രിച്ചിയിലും കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകൾ തുടങ്ങിയവ ആദായനികുതി വകുപ്പ് റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. മലേഷ്യയിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ 2 കോടി രൂപ കൈമാറ്റം ചെയ്തതിന്റെ വിവരങ്ങളും ആദായനികുതി വകുപ്പിന് കിട്ടിയിട്ടുണ്ട്. റെയ്ഡ് മുറുകിയപ്പോൾ നേരത്തെ വെളിപ്പെടുത്തിയ 50 കോടി കൂടാതെ 100 കോടിയുടെ സമ്പാദ്യം കൂടി വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന് പിള്ളയും കുടുംബാംഗങ്ങളും ആദായനികുതി വകുപ്പിനെ അറിയിച്ചു. നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്ത കടലാസ് കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിള്ളയുടെ ബന്ധുക്കളുടെ പേരിൽ എത്തിയതായും ആദായനികുതി വകുപ്പിന് വിവരം കിട്ടിയിട്ടുണ്ട്. ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.